എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 6-ാം തീയതിയിലെ ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, ദേശീയ ആരോഗ്യമേള 2024 വേദി. ദേശീയ ആരോഗ്യമേള 2024 വേദിയാണ് ന്യൂഡൽഹി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, വേദികൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു ഇവന്റിന്റെ ആണെങ്കിലും അതിന്റെ വേദികൾ പഠിച്ചു വെക്കുക കറണ്ട് അഫയേഴ്സിന്. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും വേദി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങൾ. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് USA, കാനഡ, മെക്സിക്കോ. ഏതൊക്കെ രാജ്യങ്ങളാണ്? USA, കാനഡ, മെക്സിക്കോ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് കാലം, അതായത് 1896 മുതലുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാനം. അതായത് പുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് അത് ഓൺലൈനായി ലഭ്യമാക്കുന്ന ആദ്യ സംസ്ഥാനം. ഏത് കാലഘട്ടം മുതലുള്ളത്? ബ്രിട്ടീഷ് കാലഘട്ടം മുതലുള്ളത്. ഏത് സംസ്ഥാനമാണ്? നമ്മുടെ കേരളമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്? ബ്രിട്ടീഷ് കാലം മുതലുള്ള സ്കൂൾ പാഠ്യപുസ്തകങ്ങൾ ഡിജിറ്റലൈസ് ചെയ്ത് ഓൺലൈനായി ലഭ്യമാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. നമ്മുടെ നാലാമത്തെ ചോദ്യം, ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിക്കാത്തവർക്കായുള്ള സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏത് ഇതിന്റെയാണ്? സാക്ഷരതാ മിഷന്റെ സർട്ടിഫിക്കറ്റ് കോഴ്സ്. കോഴ്സിന്റെ പേരെന്താണ്? പച്ചമലയാളം. ഔപചാരിക വിദ്യാഭ്യാസത്തിൽ മലയാളം പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി മാത്രമായി സാക്ഷരതാ മിഷൻ ആരംഭിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് ഏതാണ്? പച്ചമലയാളം. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി. അതായത് പുതിയ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ അംഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റ് ആണ് പദ്ധതിയുടെ പേര്. ഇതും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ ആറാമത്തെ ചോദ്യം, ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഹൈക്കോടതി എവിടെയാണ്? കൊച്ചി, എറണാകുളത്താണ്. അപ്പം ഇത് വരുന്നത് എവിടെയാണ്? കളമശ്ശേരിയിലാണ്. ഹൈക്കോടതി ഉൾപ്പെടുന്ന കേരളത്തിന്റെ ജുഡീഷ്യൽ സിറ്റി നിലവിൽ വരുന്നത് എവിടെയാണ്? കളമശ്ശേരി, എറണാകുളം. ഓക്കെ, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഈ വീഡിയോയുടെ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ PS റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും GK റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.